നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെ വെച്ച് അവളെ തടയാനായത്? അധിക ദൂരമൊന്നും അവർക്ക് ലക്ഷ്യമായിട്ട് പോകാനായില്ല മുത്തശ്ശ. അതിനു മുൻപേ ഞങ്ങൾ കാർ തടഞ്ഞു. എന്നെ അവൾ ഉപദ്രവിച്ചോ മോളെ? ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാവേരി ചേച്ചി എവിടെ? അവള് അകത്ത് മയങ്ങിക്കിടപ്പുണ്ട്. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തത് അവളല്ല. എന്നെ വന്ന് വിളിച്ചതും എന്റെ ബെഡിൽ തന്നെ കാവേരി വീണു. മോൾ അങ്ങോട്ട് ചെല്ല്. ശരി. അമ്മു എന്നെ അവളുടെ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി. ഒന്നും ഞാൻ അറിഞ്ഞില്ല. നിന്നെ ഉണർത്തണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവങ്ങളാ ഇവിടെ അരങ്ങേറിയത്. ചെറിയമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു സഞ്ജു? നമ്മുടെ മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടില്ലല്ലോ. സഞ്ജു, നീ ഇവളെയും കൂട്ടിപ്പോ. ഇന്നിനി അതൊന്നും ഓർമ്മപ്പെടുത്തണ്ട. ചെല്ല് വാസതി, ചെല്ലു മോളെ. നീ ഇവിടെ ഉണ്ടായത് നന്നായി മോനെ. അല്ലെങ്കിൽ സഞ്ജു ഒറ്റയ്ക്കായി പോയിനെ. അവളെല്ലാവരെയും കൊല്ലിച്ചേനെ. ഈ കുടുംബത്തെ രക്ഷിച്ചത് ലച്ചോ മുത്തശ്ശ. തോക്കുമായിട്ട് അവർ താഴേക്ക് വന്നപ്പോ സ്വാതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരവളെ ബന്ദിയാക്കി കൂടെ കൊണ്ടുപോയേനെ. സ്വാതി ഒന്നും അറിയാതിരുന്നതാ ഭാഗ്യമായത്. എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മയെ കൊന്ന മകളെന്ന വാർത്തയാ വരാൻ പോകുന്നത്. ഇത്രമാത്രം പക മനസ്സിൽ വെച്ചാ അവൾ ഈ വീട്ടിൽ ജീവിച്ചതെന്ന കാര്യം ഓർക്കുമ്പോ ഞെട്ടല ഉണ്ടാകുന്നത്. മുകുന്ദേട്ടന്റെ ജീവൻ എടുത്തതോടെ എന്തും ചെയ്യാനുള്ള മനസ്സ് കവിതയ്ക്കുണ്ടായി. അവൾ ആവശ്യപ്പെട്ടതെല്ലാം വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. നമുക്ക് ജീവിക്കാൻ എന്ത് വേണോ വെച്ചാ. കമ്പനിയും ബിസിനസ്സും ഒക്കെ അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിൽ ഒരു അസുര ജന്മം വന്ന് മറന്നുപോയി. തൂത്താലും തുടച്ചാലും അത് പോവില്ല. ലക്ഷ്യം വെച്ചത് കൊണ്ടേ പോകൂ. അവരെ രക്ഷിച്ചെടുക്കാനൊക്കെ പുറത്ത് ആളുകളുണ്ട്. നിങ്ങൾ നോക്കിക്കോ, അവര് പുറത്ത് വരിക തന്നെ ചെയ്യും. ആരവളെ പുറത്തിറക്കുന്ന് ഗോവിന്ദ് പറയുന്നത്? പെറ്റമ്മയും സഹോദരനെയും കൊന്നവൾ അവള്. ഈ ജന്മം അവള് പുറലോകം കാണില്ല. അവളെ ദക്ഷ പുറത്തിറക്കുന്നാണോ മോൻ പറയുന്നത്? ദക്ഷ അത് ചെയ്യില്ല. അവര് പുറത്തിറങ്ങിയ ഗൗതമിന്റെ ജീവന് ഭീഷണിയാണെന്ന് ദക്ഷയ്ക്കറിയാം. പക്ഷെ കവിത ചേച്ചിക്ക് മറ്റു പലരുമായിട്ടും ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഗുണ്ടാപ്പടയൊക്കെ എവിടുന്ന് കിട്ടാനാ? രക്ഷിച്ചെടുക്കാൻ ആരുമില്ലെങ്കിൽ ഒരാളും ഇതിനൊന്നും തുനിഞ്ഞിറങ്ങില്ല. അവര് പുറത്തിറങ്ങുമ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 17 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സഞ്ജുവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് എന്ത് തെളിവായിപ്പോ ഉള്ളത്? ജാക്കി മൊഴിമാറ്റിയ എന്ത് തെളിവാ മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിലുള്ളത്? അവൾ ജയിലിൽ നിന്നും പുറത്തു വരട്ടെ. ഇപ്പോ ഞാനും അത് ആഗ്രഹിക്കുന്നത്. എന്റെ കൈകൊണ്ട് തീരാനാവും അവളുടെ വിധി. അതിനുവേണ്ടി ഇനിയും ഞാൻ കാത്തിരിക്കും. വസുമതിക്ക് ഞാൻ ചെയ്യുന്ന ഉദകക്രിയയായിരിക്കും അത്. ഇനി നമ്മൾ ആഘോഷിക്കേണ്ട സമയം. ഗംഗാധര പണിക്കർ പടുത്തുയർത്തിയ മംഗലശ്ശേരി കുടുംബം നിലത്ത് വീണുടഞ്ഞു. ആ പെറ്റമ്മയെ കൊന്ന മകൾ ഇരുമ്പഴിക്കുള്ളിലും. വലിയ സന്തോഷത്തിലാണല്ലോ മാഡം. എങ്ങനെ സന്തോഷിക്കാതിരിക്കും മല്ലികേ? രാവിലെ മുതലുള്ള TV ന്യൂസിൽ കവിതയുടെ അറസ്റ്റ് നിർത്താതെ സ്ക്രോൾ ചെയ്ത് പോകുന്നല്ലേ.
ഇടയ്ക്ക് വിശദമായി ന്യൂസായും വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ മംഗലശ്ശേരിക്കാർക്ക് നാണക്കേടുണ്ടാവാൻ എന്തു വേണം? ഇരട്ട കൊലപാതകമല്ലേ പോലീസ് കവിതയിൽ ചാർത്തിയിരിക്കുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? അവൾക്ക് നല്ല പിടിപാടുണ്ട്. മുകുന്ദന്റെ കൊലപാതകത്തിൽ നിന്ന് ചിലപ്പോ കവിത രക്ഷപ്പെട്ടേക്കും. പക്ഷേ വസുമതി അമ്മയുടെ കൊലപാതകത്തിൽ നിന്ന് കവിതയ്ക്ക് രക്ഷപ്പെടാനാവില്ല. ജാക്കിയുടെ കുറ്റസമ്മതവും ഡിജിറ്റൽ തെളിവുകളും തന്നെ ധാരാളം. മോൾ ഈ സമയം ഇവിടെ ഇല്ലാതെ പോയല്ലോ. അവളൊന്ന് മാറി നിന്നപ്പോ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇതൊക്കെ. എന്തിനും അല്പമൊന്ന് കാത്തിരിക്കണമെന്ന് പറയുന്നത് എത്ര സത്യം. ഞാൻ ഈ നാട് വിട്ടു പോയിരുന്നെങ്കിലോ? ഇനി എനിക്ക് അമ്മൂന് മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കണം. അവൾ പടിയിറങ്ങിയാൽ നാശം പൂർണ്ണമായി. അതുകൂടി നിറവേറ്റിക്കഴിഞ്ഞാവും എന്റെ മടക്കം. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? അടുത്ത മാസം പോവൂന്ന് ഓർത്താണോ? മോളുടെ കാര്യം ഓർത്തിട്ടാ. അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മാഡം മംഗലശ്ശേരിക്കാരുടെ നാശം കാണാൻ കൊതിക്കുന്നു. അവരുടെ ഓരോ വീഴ്ചയിലും ആഹ്ലാദം കൊള്ളുന്നു. വീണ് കിടക്കുന്ന സ്വന്തം മോളെ മാത്രം വാരിയെടുക്കാൻ അമ്മ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അത് കാണുന്നില്ല. നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ബാംഗ്ലൂരിൽ നിൽക്കാനാവാതെ മോള് വിഷമിക്കുക. സഞ്ജുവിന്റെ ഓർമ്മകളെ എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സിലടക്കി നിർത്താൻ അവൾക്ക് കഴിയാത്തതുകൊണ്ടാ അവള് സങ്കടപ്പെടുന്നത്. അവളുടെ മനസ്സിൽ സഞ്ജുവാ. മാഡം പക്ഷേ അത് അവഗണിക്കുന്നു. സ്വാതിയും സഞ്ജുവും ഡിവോഴ്സ് ആവൂന്നറിഞ്ഞ് വരാൻ തുടങ്ങിയത് അവള്. അപ്പോഴാ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയെന്ന് വിവരം അറിഞ്ഞത്. അമ്മുവും സഞ്ജുവും തമ്മിലുള്ള ബന്ധമൊന്നും അവൾക്കൊരു വിഷയമേ അല്ല. മുമ്പ് മാഡം പറഞ്ഞതെന്താ? അമ്മുവിന്റെ കഴുത്തിൽ താലി കിട്ടിയ വിവരം നമ്മൾ രഹസ്യമാക്കി വെക്കണമെന്ന്. ആ വിവരം പുറത്തു പോയാ സഞ്ജുവിന്റെ അമ്മ അമ്മുവിനെ മരുമോളായി സ്വീകരിക്കുമെന്ന്. മാഡം പറഞ്ഞൊന്നും സംഭവിച്ചില്ലല്ലോ. അന്നേ ഈ വിവരം സ്വാതിയുടെ കാതിൽ എത്തിച്ചു കൊടുക്കാത്തതാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. എങ്കി ഇപ്പൊ മൂന്ന് വഴിക്ക് പിരിഞ്ഞു പോയേനെ. സഞ്ജനയ്ക്ക് കിട്ടാത്തത് ആർക്കും വേണ്ടെന്ന് കരുതിയ പോരെ? നീ ഇപ്പോഴും അവൾക്ക് വേണ്ടി അവന് മനസ്സിൽ കണ്ട് സംസാരിക്കുകയാണോ? മോള് പറയുന്നത് അവള് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജുവിനെ മാത്രമായിരിക്കുമെന്നാ. മംഗലശ്ശേരി തകർക്കാൻ നടക്കുന്ന മാഡം അവരെ രണ്ടു വഴിക്കാക്കി കാണിച്ചു തരാനാ അവള് പറയുന്നത്. എങ്കിൽ അവള് തിരിച്ചു വരാൻ നിന്നോട് സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.